അപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗരിശങ്കരത്തിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമലയുടെ ഒരു പെട്ടെന്ന് ഒരു മാറ്റമാണ് കമലയിൽ ഉണ്ടായിരിക്കുന്നത്. അത് രാധാമണി ശ്രദ്ധിക്കുകയും ചെയ്തു. രാധാമണി നേരെ ശേഖരനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കമലയ്ക്ക് എന്താണ് സംഭവം, അല്ലെങ്കിൽ കമലയുടെ ഈ ഒരു പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണം എന്താണെന്നും പിന്നെ ആദർശിന്റെയും വേണിയുടെയും പുതിയൊരു ജീവിതം, അവരുടെ ആ ഒരു പ്രണയവും പുതിയ ജീവിതവും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കമല ഭയങ്കര ദേഷ്യത്തിലും അല്ലെങ്കിൽ കമല ആ ഒരു ടെൻഷനും എന്താണ് ചെയ്യുന്നതെന്ന് പോലും ഇല്ലാത്ത രീതിയിൽ കമല ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ രാധാമണി ശേഖരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശേഖരനും കമലയും കൂടി നമ്മുടെ ശേഖരനും രാധാമണിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമല പോകുന്നത് കണ്ടത്. അപ്പോൾ കമല വിളിച്ചിട്ട് പറയുവാണ്, കമല എനിക്ക് എൻ്റെ തോള് ഭയങ്കരമായിട്ട് വേദന, അപ്പോൾ നീ ഒന്ന് തടവിത്താ, നിന്നിൽ എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. എന്താ നിനക്ക് ഇത്ര മാറ്റം? ഇപ്പോൾ ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്താ നിനക്ക് നിന്റെ സ്വഭാവമൊക്കെ മാറിയത്? നീ എന്തായാലും പെട്ടെന്ന് എൻ്റെ വന്ന് തോളൊക്കെ ഒന്ന് തിരുമ്മിത്താ, എനിക്ക് നല്ല വേദനയുണ്ട് എന്ന് കമലയോട് ഭയങ്കരമായിട്ട് പറയുവാണ്. നീ വന്ന് ചെയ്തു തന്നില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നുള്ള രീതിയിൽ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംസാരം ഗംഗ കേട്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗംഗ ഇത് കേട്ടപ്പോൾ ഗംഗയ്ക്ക് ദേഷ്യം വന്നു. ഗംഗ പറയുവാണ്, അങ്ങനെ ഇതെന്തിനാ ശേഖരേട്ട ഇങ്ങനെ എന്തിനാ സംസാരിക്കുന്നത്? ഒരു സ്ത്രീ ഒരിക്കലും അടിമയല്ല. കമലേട്ടത്തി പാവല്ലേ, കമലേട്ടത്തിയോട് ഇങ്ങനെ എന്തിനാണ് സംസാരിക്കുന്നത്? ഇതൊന്നും ഒട്ടും ശരിയല്ല എന്ന് അവിടെ ഗംഗ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് വന്നു എന്ന് രാധാമണിക്ക് മനസ്സിലായി. ഉടനെ രാധാമണി ഓടി വന്നിട്ട് പറയുവാണ്, കമലയ്ക്ക് ഇതൊക്കെയാണ് ശീലം. ശേഖരന്റെ വായിലിരിക്കുന്നത് രണ്ട് ചീത്ത കേട്ടില്ല എന്നുണ്ടെങ്കിൽ കമലയ്ക്ക് ഉറക്കം വരത്തില്ല എന്നും, സാധാരണ കമലയും ശേഖരനും ഇങ്ങനെയാണെന്നും, അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയാൻ പോവാറില്ല. കമല ഇതൊക്കെ കണ്ടിട്ട് കമലയ്ക്ക് സന്തോഷമാണ്. ശേഖരന്റെ ആ ഒരു തോളൊക്കെ തിരുമ്മി കൊടുക്കുന്നതൊക്കെ കമലയുടെ കടമയല്ലേ, അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് അവൾക്ക് സന്തോഷമാണ് എന്നാണ് രാധാമണി അവിടെ പറയുന്നത്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഗംഗയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇഷ്ടക്കുറവ് ഗംഗ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ശേഖരൻ വന്ന് തടവിത്താ എന്ന് പറയുകയും അവസാനം നമ്മുടെ കമല പോയി നമ്മുടെ ശേഖരന്റെ തോളൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ഗംഗ പറയുവാണ്, കമലേട്ടത്തേക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കമലേട്ടത്തെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്നവിടെ നമ്മുടെ ഗംഗ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കമല മിണ്ടാതെ തോളൊക്കെ പതുക്കെ തടവി തിരുമ്മി കൊടുക്കുവാണ്. ഇത് കേട്ടപ്പോൾ ശേഖരനോടെ പറയുവാണ്, ഇത് ചാരങ്ങാട്ട് പതുക്കെ ആരും കേൾക്കാത്ത വിധത്തിൽ കമലയോട് പറയുവാണ്, ഇത് ചാരങ്ങാട്ട് വീടാണ്, അല്ലാതെ നിന്റെ സ്വത്തൊന്നുമല്ല, ഇവിടെ മര്യാദ നീ ജീവിച്ചോണം, ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം അറിയാമല്ലോ എന്ന് ശേഖരൻ പതുക്കെ കമലയോട് പറയുകയും കമലയ്ക്ക് ദേഷ്യം വന്നിട്ട് കമല ഒരു കത്തി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ശേഖരന്റെ കഴുത്തിൽ വെക്കുവാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഗംഗയ്ക്കും ഭയങ്കര പേടിയായി. ഗംഗയും രാധാമണി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പൊ ഗംഗ പറയുന്നുണ്ട്, കമലയെടുത്തി അവിവേകമൊന്നും കാണിക്കരുത്, ഇത് കത്തിയാണ്, മുറിയും തെറ്റൊന്നും കാണിക്കരുത് എന്നവിടെ പറയുവാണ്. ഈ സമയത്ത് രാധാമണിക്ക് ഭയങ്കര പേടി തോന്നി. രാധാമണി വിളിച്ചു പോവാണ്, അയ്യോ എന്റെ മോനെ കൊല്ലാൻ പോവാണേ, കമലയ്ക്ക് എന്തോ പറ്റിയേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് വിളിച്ചു പോവുകയും ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഗൗരിയും ശങ്കറും കൂടി ഓടി വരുന്നുണ്ട്. അപ്പോൾ ഗൗരിയും ശങ്കറും വന്നപ്പോൾ കാണുന്ന കാഴ്ച പറയുമ്പോൾ ഗംഗയും രാധാമണിയും പേടിച്ച് രാധാമണി ഇപ്പോൾ കരയുകയും ഗംഗ പേടിച്ച് നിൽക്കുകയും കമലേട്ടത്തി ശേഖരന്റെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുന്ന രംഗമാണ് അവർ കാണുന്നത്. അപ്പോൾ ഓടിപ്പോയിട്ട് കമലേട്ടത്തി ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ കമലേട്ടത്തി കുറച്ചുകൂടി വയലന്റ് ആവുകയാണ്. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരരുത്, അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും കത്തി വെച്ച് ശേഖരന്റെ കഴുത്ത് അറുത്ത് കളയും എന്ന് പറയുകയും ഗൗരി കമലേട്ടത്തി ഒന്നും ചെയ്യരുത്. അങ്ങനെ ശങ്കർ പറയുവാണ്, നീ പതുക്കെ കമലേട്ടത്തിയുടെ അടുത്ത് പോകും, പക്ഷെ സൂക്ഷിക്കണം, ശ്രദ്ധിച്ച് കമലേട്ടത്തിയുടെ അടുത്ത് പോയിട്ട് പതുക്കെ കത്തി മാറ്റാൻ പറയുക. അങ്ങനെ ഗൗരി ആ ഒരു തൻ്റെ ധൈര്യം കൊണ്ട് പതുക്കെ പോയി കമലേട്ടത്തിയുടെ പറയുവാണ്. കമലേട്ടത്തിയുടെ ഗൗരിയാണ് പറയുന്നത്, എന്നോട് കമലേട്ടത്തിക്ക് ഇഷ്ടമല്ലേ, വാ പതുക്കെ വാ, കമലേട്ടത്തി വിട്. അങ്ങനെ അവസാനം കമല കത്തി മാറ്റി നമ്മുടെ ഗൗരി കമലയും കൂടി കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് കമലയ്ക്ക് ദേഷ്യം വന്നു. കമല ദേഷ്യം വന്നതിന് ശേഷം തിരിഞ്ഞു നിന്നിട്ട് ശേഖരന്റെ മുഖത്ത് നോക്കി രണ്ട് ഡയലോഗ് പറയുവാണ്. ശേഖര, നീയും നിന്റെ അമ്മയായ രാധാമണിയും സൂക്ഷിച്ചോ, നിങ്ങളുടെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും, നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് കമലെ പതുക്കെ ഗൗരി റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ ശങ്കറിന് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ശങ്കറിനും എന്താ സംഭവം എന്ന് അറിയത്തില്ല, കാരണം കമലയുടെ ഈ ഒരു മാറ്റം ഇതുവരെയും കണ്ടിട്ടില്ല. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ഗംഗ പറയുന്നത്, കമലേട്ടത്തിക്ക് മെന്റലി എന്തോ പ്രശ്നമുണ്ട്,
അപ്പോൾ ശങ്കർ ചോദിക്കുകയാണ് ഭ്രാന്താണോ? ഭ്രാന്തൊന്നും അല്ല, ഭ്രാന്താണ് ഇപ്പം മെന്റലി പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ഭ്രാന്താവോ? ഭ്രാന്തൊന്നും അല്ല. ഇതുവരെ കമലേട്ടത്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടവും ദേഷ്യവും വൈരാഗ്യവും എല്ലാം ആ ഒരു ഇത്രയും മനസ്സിനുള്ളിൽ അടക്കി വെച്ചിരുന്ന എല്ലാ ഇമോഷൻസും കമലേട്ടത്തി പുറത്തെടുക്കുകയാണ്. അതാണ് ഈ ഒരു രൂപത്തിൽ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോഴും ഗൗരിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കമലേട്ടത്തി ഇങ്ങനെ ഓരോ ഭയങ്കര ദേഷ്യത്തിൽ ഗൗരി പറയുന്നതൊന്നും കേൾക്കാനായിട്ട് കമലേട്ടത്തി കൂട്ടാക്കുന്നില്ല. ഭയങ്കര ദേഷ്യത്തിൽ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പതുക്കെ ഗൗരി കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കമലേട്ടത്തി പറയുന്നത്, തന്റെ ആ 5 കുഞ്ഞുങ്ങളുടെയും കരച്ചിൽ എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്, അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഗൗരിക്ക് മനസ്സിലായി തന്റെ കുഞ്ഞു മരിച്ചതിന്റെ ആ ഒരു ആഘാതമാണ്, ആ ഒരു ദേഷ്യമാണ് കമലേട്ടത്തിക്ക് ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് തന്റെ 5 കുഞ്ഞുങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമലേട്ടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പരിധി നോക്കുവാണ്. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ ഗൗരിക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ കമലേട്ടത്തെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമായിരുന്നു കമലയുടെ ആ ഒരു മാറ്റം. അങ്ങനെ ചാരങ്ങാട്ട് തറവാട്ടിലുള്ള എല്ലാവരും തന്നെ വിറച്ച് നിൽക്കുവാണ്. ഈ സമയത്ത് ആദർശും വേണിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് ആദർശിന് ആഹാരമൊക്കെ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിന് പെട്ടെന്ന് സങ്കടം വന്നു. അപ്പോൾ നീ എന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതല്ലേ, പക്ഷേ നിന്റെ ജീവിതം നശിച്ചു പോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വേണി? ഇനി എനിക്കൊരിക്കലും നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഒരു സന്തോഷ ജീവിതം തരാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. കാരണം നിന്റെ ജീവിതം നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ആ ഒരു ഇപ്പോൾ കാലൊന്നും നടക്കാൻ പറ്റാത്ത ആ ഒരു വേദന കൊണ്ട് ആദർശ് സങ്കടപ്പെട്ട് കരയുവാണ്. ഈ സമയത്ത് വേണി പറയുവാണ്, ശരിയാണ് ആദർശേട്ടാ, പക്ഷെ ആദർശേട്ട കരയരുത്. ആദർശേട്ടന് എന്തെങ്കിലും സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൻ്റെ പാർട്ട്ണറോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശേൻ്റെ മനസ്സിൽ ആ ഒരു സങ്കടം മാറിക്കിട്ടും. അങ്ങനെ ആദർശ് പെട്ടെന്ന് വേണിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് വേണിയെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് ഒരുപാട് ഇപ്പം ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും, അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്നും ആഗ്രഹം കാണും. പക്ഷെ ആ ഒരു ജീവിതത്തെക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടം ആദർശേട്ടനെയാണ്. ആദർശേട്ടൻ്റെ ഈ ഒരു സന്തോഷമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ് കരയുകയും, നീ സൂപ്പറാണ് വേണി, നീ ഈ ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഒരുപാട് പെൺകുട്ടികളിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സൂപ്പറാണ് നീ വേറെ ലെവലാണ് എന്നൊക്കെ ആദർശ് പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന വേണി. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും കമലയുടെ ഈ ഒരു മാറ്റത്തിൽ ഒരുപാട് ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ ചാരങ്ങാട്ടിൽ ഉള്ള എല്ലാവരും. ഇനി എന്തായാലും കമലയുടെ പുതിയൊരു മുഖമായിരിക്കും എല്ലാവരും കാണാൻ പോകുന്നത്. ഇനി എന്തായാലും കമല തളരാൻ പോകുന്നില്ല. ഇനി താൻ ഉയർന്നു പോകും എന്ന് തന്നെ ഉറപ്പാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആദർശിന്റെയും വേണിയുടെയും പുതിയൊരു ജീവിതവും കൂടിയാണ്. ഇനി ഈ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അവർ നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.